ഫയർമാൻമാരെ അതിൻ്റെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പോസ്റ്റുകളുണ്ട്, പക്ഷേ അത്ര കുറച്ച് കൂടുതൽ പോസ്റ്റുകൾ വേണം. കാരണം നമ്മൾ സ്റ്റേഷൻ അനുവദിച്ചാൽ മാത്രം പോരാ, അതിനോടനുബന്ധമായി പോയി സംവിധാനം ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഡിമാൻഡുണ്ട് ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ. ഫയർ സ്റ്റേഷൻ ആരംഭിച്ചാൽ ആൾ വേണ്ടേ? അപ്പോൾ അതിന് റിക്രൂട്ട്മെൻറ്റ് വേണം, പോസ്റ്റ് വേണം. ആ പോസ്റ്റ് ഉണ്ടെങ്കിലേ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പലപ്പോഴും അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത് ഒരു പ്രയോറിറ്റി തീരുമാനിക്കാൻ പറഞ്ഞത്. എവിടെയാണ് ഇത് വേണ്ടത്, ഇനി അടുത്ത ഫയർ സ്റ്റേഷനുകളിൽ എവിടെയെല്ലാം വേണം, അതിൻ്റെ ഒരു പ്രയോറിറ്റി അവർ തീരുമാനിച്ച് തരാൻ പറഞ്ഞു. കാരണം ചുമ്മാ ഫയർഫോഴ്സ് ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. എവിടെയാണ് നീഡ് ബേസ്ഡ് ആയിട്ട് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി അവിടെ ഏറ്റവും അത്യാവശ്യമായ സ്ഥലങ്ങളാണെന്ന് പരിശോധിച്ച് അവിടെ സ്റ്റേഷനുകൾ അനുവദിക്കാനുള്ളതാണ്. ഇപ്പോൾ ധാരാളം ഡിമാൻഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ MLA തന്നെ ധാരാളം, അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് കൂടുതൽ ആളുകൾ. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഫയർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇക്കാര്യത്തിൽ സംസാരിക്കും. ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ആവശ്യമാണ്. ഫോറസ്റ്റിൽ ഇപ്പം തീ വന്നാൽ ഒരു കോർഡിനേറ്റഡ് എഫർട്ടില്ല. അപ്പോൾ ഫോറസ്റ്റ് ഫയർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ അതിന് ഫയർ ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് ചില പ്രവർത്തനങ്ങളെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ട് ഇക്കാര്യം സംസാരിക്കാനും തീരുമാനിച്ചു. അല്ല, സിവിൽ ഡിഫൻസ് ഇപ്പം തന്നെ നടക്കുന്നുണ്ട്. ക്ഷേമേന്ദ്രൻ ഫയർഫോഴ്സിൻ്റെ മേധാവിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. അത് നടക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി വൈഡറായി നടത്താൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക്, പണ്ടൊക്കെയാണ് കുട്ടികൾ കുളവും അരുവിയൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയി നീന്തൽ നടത്താമായിരുന്നു, പരിശീലിക്കാമായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലാത്ത കാലഘട്ടമായതുകൊണ്ട് നമ്മൾ നീന്തൽ കുളങ്ങളിൽ കുട്ടികളെ പരിശീലിപ്പിക്കാനും, കാരണം ഇപ്പോൾ ഫ്ലാറ്റുകളൊക്കെ ആണല്ലോ, അവിടെ ഒന്നും സൗകര്യങ്ങളില്ല പലയിടത്തും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ കരമന നന്നായി നടക്കുന്നുണ്ട് അല്ലേ? കരമന നമ്മളെ ഒരു സിവിൽ ഡിഫൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞാൻ ഹോം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അന്ന് ആരംഭിച്ചതാണ്. നന്നായി ഇപ്പോൾ നടക്കുന്നുണ്ട്. തൃശ്ശൂർ സ്വിമ്മിംഗ് പൂളിൽ അതെ വിയ്യൂരിൽ അത് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി അത് ഒരു ജനവൽക്കരണമാക്കി മാറ്റുക. ജനാധിപത്യപരമായി എല്ലാ സ്ഥലങ്ങളിലും ചില അരുവികൾ നടത്താം, ചില പുഴകളിൽ നടത്താം. കുറച്ചുകൂടി ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് സെൽഫ് ഡിഫൻസ് പ്രോഗ്രാംസ് നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. നമ്മുടെ ഈ കേരളത്തിൽ വലിയ ഫയറിംഗ് തീപിടുത്തമുണ്ടാകുന്ന ചാല, മിഠായി തെരുവ്, അതെ, കോഴിക്കോട് ഈ ഫയർ ഓഡിറ്റ് നടത്തിയിട്ട് പല പ്രാവശ്യം കളി നടക്കുന്നില്ല. പക്ഷെ വലിയ തീപിടുത്തങ്ങളാണ് ഉണ്ടാകുക. പക്ഷെ അത്തരം സംഭവങ്ങളൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. അല്ല, ഇപ്പം ബ്രഹ്മപുരം ഇപ്പം നമ്മൾ നിയന്ത്രിച്ചു. ഈ പറഞ്ഞത് ശരിയാണ്. കോഴിക്കോട്, ചാല, ഇതൊക്കെ വളരെ അടുത്തടുത്ത ബിൽഡിങ്ങുകളും പഴയ വയറിങ് ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അല്ലേ? എന്താ, ഞാനൊരു ലേമാൻ എന്നുള്ള നിലയിൽ പറയുകയാണ്. പക്ഷെ അത് ഫയർ ഓഡിറ്റ് ഇത് നിർദ്ദേശം കിട്ടിയായിരുന്നു സർക്കാരിന്. അപ്പോൾ ഞങ്ങൾ എല്ലാ ജില്ലകളിലെ എവിടെയുള്ള പഴയ മാർക്കറ്റ്സ് ഒക്കെ കൺജസ്റ്റഡ് ആയിട്ടുള്ള അത് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സർവേ തുടങ്ങുകയാണ്. ആൻഡ് വി വിൽ ഇൻഫോം ദി വ്യാപാരി ഏകോപന സമിതി ഓൾസോ. അവിടെ സഹകരണ കൂടാ വിൽ കോൾ ദം ആൻഡ് ഹാവ് എ മീറ്റിംഗ്. നമുക്കൊരു മീറ്റിംഗ് കൂടിയിട്ട് ഈ കാര്യത്തിൽ അവരുടെ സഹായം കൂടെ തേടി. കാരണം പല വയറിങ്ങുകളൊക്കെ മാറ്റണം. ഇപ്പം മിഠായിത്തെരുവ് അറിയാമല്ലോ, അവിടെ പോയാൽ അവിടെ നടക്കാൻ പോലും സ്ഥലമില്ല. അത്ര അന്ന് ഇത്ര വ്യാപകമായ ബിൽഡിംഗ് റൂൾസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ അടുത്തടുത്ത് അല്ല, വളരെ പഴയതായിപ്പോയി, അതുകൊണ്ടാണ്. ശ്രദ്ധയിൽപ്പെട്ടില്ല, ആരും എന്നോട് പരാതി പറഞ്ഞില്ല. ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. നോക്കാം എന്താ. പലപ്പോഴും ഈ പകർച്ചവ്യാധികളൊക്കെ പഠിക്കുന്ന സമയമാണല്ലോ. ഈ മലിനജലത്തിലൊക്കെ പലപ്പോഴും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അവർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വെറ്റ് സ്യൂട്ടാണെന്ന് തോന്നുന്നു. ഇവർക്ക് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡ്രൈ സ്യൂട്ട് പോലുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവരുടെ ചെവിയിലും മൂക്കിലൊക്കെ അത് വാങ്ങുന്നുണ്ട്. നിങ്ങളുടെ മോഡേണൈസേഷൻ ഭാഗമായിട്ട് ഈ നിങ്ങൾ പറഞ്ഞ ഫയർഫോഴ്സിൻ്റെ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് അത് വാങ്ങും. കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് കുറച്ച്. ഇപ്പം ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ ഈ ഹോം ഗാർഡുകൾ ഈ വലിയ
എന്താണ് ചൂടത്തൊക്കെ നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ അവരുടെ ഡ്രസ്സ് കുറച്ച് മാറ്റം വരുത്താനൊക്കെയുള്ള തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട്. അത് ഈ ഹൈറൈസ് ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുക്കുമ്പോൾ ഫയറിന്റെ പെർമിഷൻ കൂടി വേണം. പലപ്പോഴും ഈ വാഹനം കടന്നു പോകാൻ ചുറ്റും കടന്നു പോകണ്ടോ ഇങ്ങനെ പ്രശ്നം വന്നാണ്. അതെ, നാഷണൽ ബിൽഡിംഗ് റൂൾസ് ആണ് അതെല്ലാം. നാഷണൽ ബിൽഡിംഗ് കോഡാണ്. ഒത്തിരി ബിൽഡിങ്സ് ഉണ്ട്. ഏറ്റവും അവസാനം ഒരു ഒറ്റത്തവണ തീർപ്പാക്കലിന്റെ ഒക്കെ ഇതിന്റെ പെർമിഷൻ എടുത്ത് പോകുന്ന പരിപാടിയുണ്ട് ഈ കോടതി പോയിട്ടൊക്കെ. അവിടെയൊക്കെ ഇത് വലിയ പ്രശ്നമല്ലേ? അല്ല, ഇപ്പം പുതിയ ബിൽഡിങ്ങുകൾക്കെല്ലാം നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ചാണ് പോകുന്നത്. ഈ പഴയ ബിൽഡിങ്ങുകളെ സംബന്ധിച്ച് ഈ ബിൽഡിങ്സിന് അവരുടെ ഫ്ലോർ ഏരിയ അനുസരിച്ച് റോഡിൻ്റെ വീതിയും നിശ്ചയിച്ചിരിക്കുകയാണ് കോഡിൽ. അപ്പോൾ അവരുടെ എത്ര ഫ്ലോർ ഏരിയയുടെ ആപ്ലിക്കേഷനാണ് അതനുസരിച്ച് റോഡിൻ്റെ വീതി ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അവർ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യും, അതിൽ പറയും എത്ര വീതിയാണ്. പിന്നെ നമ്മുടെ ഓഫീസർ പോയി ഇൻസ്പെക്ട് ചെയ്യും, അതനുസരിച്ച് പിന്നെ NOC മുന്നോട്ട് പോകത്തുള്ളൂ. So we ensure that the width is enough for a fire engine to go there and attend to the fire situation. അതിനു വേണ്ടിയിട്ടാണ് പല 5 meters to 8 meters 10 meters വരെയുള്ള വീതി ആവശ്യം. ഇത് അതനുസരിച്ചാണ് so that the fire engine of adequate capacity can go and attend to the fire situation. പരിമിതികളുണ്ട്, അത് പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, ഈ 2 ബോഡി ബിൽഡർമാർക്ക് നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം നേരത്തെ ഉണ്ടായിരുന്നത്. ഒരാൾക്ക് SI ആയി പരിശീലനം നൽകി നിയമനം നടത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരുന്നു. അത് റദ്ദാക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടി? എൻ്റെ കയ്യിലൊരു പരാതി ലഭിച്ചു. ഇങ്ങനെ അനർഹരായ ആളുകൾക്കാണ് ഈ നിയമനം നൽകിയത്. അതുകൊണ്ട് ഞാനത് എക്സാമിൻ ചെയ്യാനും അതുവരെ ഇന്ന് പരിശീലനം തുടങ്ങേണ്ടതായിരുന്നു. ഇന്ന് തൊട്ടുള്ള പരിശീലനം നിർത്തിവെച്ചു. കാരണം അങ്ങനെ അർഹതയില്ലാത്ത ആളുകളെ ASIമാരായി നിയമിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് പരിശോധിക്കാൻ റിപ്പോർട്ട് തരാനും ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുവരെ പരിശീലനം നിർത്തിവെക്കാനും പറഞ്ഞിട്ടുണ്ട്. യോഗ്യതയില്ലാത്ത ആളുകളെ അത്തരം നിയമനങ്ങൾ ഡയറക്റ്റായി നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് നിർത്തിവെക്കാൻ പറഞ്ഞത്. നിർത്തിവെച്ചിട്ട് എൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് അന്തിമ തീരുമാനം എടുക്കും.